നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. ഇന്നു മുതൽ PSC കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിയ LGS നിലവാരത്തിലുള്ള ചോദ്യപേപ്പറുകളുടെ ഡിസ്കഷനാണ്. അപ്പോൾ LGS നിലവാരം ആകുമ്പം 80 GKയും 20 മാത്സ് ആൻഡ് മെരിറ്റബിലിറ്റിയും ആണ് നമ്മുടെ 10th പ്രിലിംസിന്റെ അതേ രീതിയിൽ. അപ്പോൾ 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഇനി ഇടുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കണ്ടുപോവുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന രണ്ടു മാത്രം. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി. ലാഹോർ സമ്മേളനം 1929. ആരായിരുന്നു അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചത് ലാഹോർ സമ്മേളനത്തിലാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചതും ലാഹോർ സമ്മേളനത്തിലാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഖേദ സമരം, ചമ്പാരൻ സമരം എന്നിവയാണ്. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെ? ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവും ഇർവിൻ പ്രഭുവുമാണ്. AV അലക്സാണ്ടർ, പെത്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ് ഒക്കെ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളായിരുന്നു. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്തത് കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത് എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. സൈനിക സഹായ വ്യവസ്ഥ സബ്സിഡറി അലയൻസ് വെല്ലസ്ലി പ്രഭുവാണ് നടപ്പിലാക്കിയത്. വർഷം ഏതാ? 1798. 1798 നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. ഈ 2 പോയിന്റ്സും കറക്റ്റ് ആണ്. ലോർഡ് വെല്ലസ്ലി ആണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ദ പോളിസി ഓഫ് സബ്സിഡറി അലയൻസ്. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ പുതിയ കുറെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനറൽ PSCക്ക് വേണ്ടിയിട്ട് നിരന്തരം ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്ന ജനറൽ PSC ബാച്ച്, അത് ഡിഗ്രി ലെവൽ എക്സാംസ്, +2 ലെവൽ, 10th ലെവൽ എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴികെ കവർ ചെയ്യുന്നതാണ് ജനറൽ PSC. അപ്പോൾ ജനറൽ PSC ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. പിന്നെ 10th പ്രിലിംസ് ഒള്ളി ബാച്ച് ഉണ്ട്. 10th പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് ഉണ്ട്. അടുത്ത വർഷം വരാനിരിക്കുന്ന ബെഫ്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ ഫയർമാന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി LGSന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബാച്ചസ് നമ്മുടെ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ന്യൂ ഇയർ ഓഫറും അവൈലബിൾ ആണ്. 2024 ഡിസംബർ 31 മിഡ്നൈറ്റ് വരെ നിങ്ങൾക്ക് ന്യൂ ഇയർ ഓഫർ അവൈലബിൾ ആണ്. ഫീസിൽ 399 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ന്യൂ ഇയർ എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ക്ലാസ്സുകൾ ഫുൾ സിലബസ് കവറേജ് ആണ്. ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് അടക്കമാണ് കവർ ചെയ്യുന്നത്. ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് തന്നെ ഡയറക്ട്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ, ചാറ്റ് ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ട്രൈ ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെടുന്ന പേരുകൾ ആരുടെയൊക്കെയാണ്? അലി ബ്രദേഴ്സിന്റെ പേരാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയുന്നത്. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. അലി ബ്രദേഴ്സ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് സ്വീകരിച്ചത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം ഏതാണ്? മണിപ്പൂരാണ്. മണിപ്പൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആര്? രാജേന്ദ്ര പ്രസാദ് ആണ്. രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാ? രാജസ്ഥാൻ. രാജസ്ഥാനാണ്. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരം ഉള്ളത്. താഴെ കൊടുക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ശരി അല്ലാത്തത് പാലിയം സത്യാഗ്രഹം, വക്കം അബ്ദുൽ ഖാദർ. തെറ്റായിട്ടുള്ള പ്രസ്താവന, തെറ്റായിട്ടുള്ള ജോഡി. വൈക്കം സത്യാഗ്രഹം TK മാധവൻ. ഗുരുവായൂർ സത്യാഗ്രഹം നേതൃത്വം നൽകിയത് K കേളപ്പൻ.
താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പിസ്വാമികളുടെ രചനകൾ ഏവ? ചട്ടമ്പിസ്വാമികൾ വേദാധികാര നിരൂപണം, ആദിഭാഷ എന്നിവയാണ് ചട്ടമ്പിസ്വാമികളുടെ രചനകൾ. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു, അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ. ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? ശക്തൻ തമ്പുരാൻ കോവിലകത്തും വാതുക്കൽ തൃശൂർ പൂരം ആരംഭിച്ചു, കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു എന്നിവയാണ് ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? വൈകുണ്ഠസ്വാമികൾ. വർഷം 1836. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം നൽകിയത് എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1721 നടന്നു. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം, 2ാം സ്ഥാനക്കാരായത് ഫ്രാൻസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏതാണ്? ജലവൈദ്യുത പദ്ധതികൾ ഇടുക്കി ജില്ല, ജലസേചന പദ്ധതികൾ പാലക്കാട് ജില്ല. ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ, ജലസേചന പദ്ധതികൾ ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴ. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഖാരിഫ് വിളയിൽ ഉൾപ്പെടാത്തത് ബാർലിയാണ്. ബാർലി റാബി വിളയാണ്. ഗോതമ്പ്, ബാർലി, കടുക്, പയറുവർഗ്ഗങ്ങളൊക്കെ ബാർലി വിള. ചോളം, നെല്ല്, പരുത്തി എന്നിവ ഖാരിഫ് വിളകളാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്ന്? 1998 മെയ് മാസം 17 കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? പെരുങ്കുളമാണ്. പെരുങ്കുളം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? 101ാം ഭേദഗതിയാണ്. 101ാം ഭേദഗതി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാ? 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ NK സിംഗ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അമിതാഭ് കാന്ത്. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? അപ്പോൾ 4 ജോഡികളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ളത് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ശരി. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി. ശരി. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ശരി. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മെഹ്ലനോബിസ്. ഇത് 4ഉം എന്താണ്? ശരിയാണ്. ഓക്കെ, പ്ലാനിങ്ങിനെ പറ്റിയാണ് എല്ലാം തന്നിരിക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് ഏത്? നീതി ആയോഗ് 2015 ജനുവരി മാസം 1. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? കറുത്ത മണ്ണ്, കറുത്ത പരുത്തി മണ്ണ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. റിഗർ സോയിൽ, ചെർണോസം, കറുത്ത മണ്ണ്, പരുത്തി മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഒന്ന് തന്നെയാണ്, കറുത്ത പരുത്തി മണ്ണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനവുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്ന്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ കണ്ടൽ വനങ്ങളാണ്. കണ്ടൽ വനങ്ങൾ. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ നർമ്മദയും താപ്തിയും. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ നർമ്മദ നദിയാണ്. നർമ്മദ. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് രൂപപ്പെട്ടത്? സുന്ദരവനം ഡെൽറ്റ ഗംഗയും ബ്രഹ്മപുത്രയുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. SCERT ഫാക്ട്സ് ആയിരുന്നു മിക്കതും.
ഓക്കെ, അപ്പോൾ നിങ്ങൾ SCERT വിട്ടുകളയരുത്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിട്ടുകളയരുത്, കൂടെ റിലേറ്റഡ് ഫാക്ട്സ് നന്നായിട്ട് പഠിച്ചോളാം. നിരന്തരം പഠിച്ചുകൊണ്ടിരുന്ന എന്തായാലും നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റും. ആ ഒരു രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക, ഇടയ്ക്ക് ഗ്യാപ്പ് വരരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ പുതിയ ജനറൽ PSC ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.